ശിൽവേ പണ്ട് ഈ ക്രിസ്മസ്, ഓണം, വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല പൂക്കളൊക്കെ വിരിയുമ്പോൾ ഓണമായി, സാന്റാക്ലോസിൻ്റെ വരവോടുകൂടി സ്റ്റാറൊക്കെ ഇടുമ്പോൾ ഡിസംബർ മാസത്തിൻ്റെ വരവോടുകൂടി ക്രിസ്മസ് ആയി, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ അറിയുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറേ വ്ളോഗേഴ്സ് കുറേ കരോൾ ഗാനങ്ങളൊക്കെ ഇറക്കി അവരുടെ എപ്പിസോഡുകൾ ചെയ്യും, അപ്പോൾ ക്രിസ്മസ് ആയെന്ന് നമുക്ക് മനസ്സിലാവും. കുറേ ഓണപ്പാട്ടൊക്കെ ഇറക്കി കുറേ വെബ് സീരീസുകളും കാര്യങ്ങളും വരും, അപ്പോൾ ഓണമായെന്ന് മനസ്സിലാവും. ഇതിനെയൊക്കെ ആക്ഷേപഹാസ്യത്തിൽ അവതരിപ്പിക്കുന്ന നല്ല ക്രിയേറ്റീവായി ചെയ്യുന്ന ഒട്ടനവധി പേരുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ ക്രിസ്മസിന് ഒരുപാട് പേര് നമ്മൾ കാണുന്ന സ്ഥിരമായ റീലുകളിൽ ഈ എന്താ പറയുക തമാശകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പുതിയ പാട്ടുകളും ഒക്കെ ആയി വന്നിരുന്നു. ഇതൊന്നും കൂടാതെ വേറൊരു വിഭാഗമാണ് ഈ ക്രിസ്മസും ഓണവും വിഷുവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടുമായിട്ട് ഇറങ്ങും. ക്രിസ്മസ് സ്പെഷ്യൽ ഫോട്ടോഷൂട്ട്, ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട്. പിന്നെ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ വരുമ്പം ഉണ്ടാകുന്ന ഫോട്ടോഷൂട്ടുണ്ട്. ഒരു തൊപ്പി വെച്ച ഒരു മുസ്ലിം പയ്യനും കൊന്തയിട്ട ഒരു ക്രിസ്ത്യൻ പയ്യനും പൂണൂറിട്ടൊരു ഹിന്ദു പയ്യനും ഒക്കെ ആയിട്ട് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങളുമായി ക്ലീശ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പല ആളുകൾ ഈ മോഡലിങ്ങിലൊക്കെ താല്പര്യമുള്ള പെൺകുട്ടികൾ പലരും ഈ ക്രിസ്മസ് ഫോട്ടോഷൂട്ടും ഓണം ഫോട്ടോഷൂട്ടും വിഷു ഫോട്ടോഷൂട്ടും, പക്ഷേ ഇവരിതൊക്കെ ചെയ്യുന്നത് ശരീര പ്രദർശനത്തിന് വേണ്ടി മാത്രമാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പല ഫോട്ടോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അത് നോക്കൂ, മോഡലിങ്ങിനെ കുറ്റം പറയുന്നതല്ല. ഒരു പ്രൊഫഷണൽ മോഡൽ അവരുടെ ജോലിയുടെ ഭാഗമായി ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യത്തിന് വേണ്ടി പണം വാങ്ങിക്കൊണ്ട് അല്പം സ്വല്പം എക്സ്പോസ് ചെയ്തൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് അത് ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ്. അതിനകത്ത് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പരസ്യം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ഇങ്ങനെ ശരീരഭാഗങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്ന പ്രയോജനം? ഇവർ ഈ ശരീരഭാഗങ്ങൾ കാണിക്കുന്നതിന് എന്താണ് ഇത്ര അരോചകത്വം ഉള്ളത്? സ്വാഭാവികമായും അരോചകത്വം ഉണ്ട് എന്നുള്ളതല്ല, എന്താണ് അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രയോജനം? അത് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ ശരീരം. ശരി, അവരുടെ ഇഷ്ടങ്ങൾക്കാണോ മതപരമായ ആചാരപരമായ ചടങ്ങുകൾ അല്ലെങ്കിൽ മതപരമായ ആചാരപരമായ സംസ്കാരപരമായ കേരളത്തിന്റെ ഇന്ത്യയുടെ ലോകത്തിന്റെ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾക്ക് അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് അതിനെ ആഭാസത്തിൻ്റെ ചൊവ്വയോടുകൂടി ഫോട്ടോകൾ എടുക്കുക. ഇപ്പോൾ ഓണം ഫോട്ടോഷൂട്ട് കണ്ടിട്ടുണ്ട്. അതായത് മറ്റേ സെറ്റ് സാരി ഉണ്ടാവും, ആ സെറ്റ് സാരിക്ക് ബ്ലൗസ് ഉണ്ടാവില്ല. പണ്ട് കാലത്ത് സ്ത്രീകളോട് ബ്ലൗസ് അവർ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. അന്ന് പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, വാൾ പോസ്റ്റർ പൊട്ടിച്ച് റോഡെല്ലാം ഒട്ടിച്ച്. സിനിമകളുടെ കാര്യം അല്ല ഞാൻ പറയുന്നത്. അതൊരു കച്ചവട സാധനമാണ്. അതൊരു സിനിമ എന്ന് പറയുന്നത് കച്ചവട മാധ്യമമാണ്. പരസ്യം എന്ന് പറയുന്നത് ഒരു കച്ചവട മാധ്യമമാണ്. അവിടെ അതിൽ അഭിനയിക്കുന്നത് കൊണ്ട്, ഫോട്ടോഷൂട്ടിൽ മോഡലാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്, ആ ഫോട്ടോഗ്രാഫർക്ക് പണം കിട്ടുന്നുണ്ട്, ഈ മോഡലിന് പണം കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് ആർക്കാണ് എന്ത് പ്രയോജനമാണ്? രോഹിത്തേട്ടന് ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തത് ഇപ്പൊ ഈ പറയുന്ന ഫോട്ടോഷൂട്ടുകൾ ഇതും പണം വാങ്ങി നടക്കുന്ന ഫോട്ടോഷൂട്ടുകൾ തന്നെയാണ്. ആരുടെ കയ്യിൽ നിന്ന് ആരെ പണം കൊടുക്കുക? അത് രോഹിത്തേട്ടന് കൃത്യമായ സംവിധാനങ്ങളാണ്. ഒരു ഫോട്ടോഗ്രാഫർ നമ്മുടെ ഒരു മോഡൽ ഫോട്ടോഷൂട്ട് നടക്കണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. അതല്ലെങ്കിൽ ഇവര് ഫോട്ടോഗ്രാഫർക്ക് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്, ഈ ഫോട്ടോഗ്രാഫർ മോഡലിന് കൊടുക്കുന്ന അവസ്ഥയാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ആർക്കാണ് അവിടെ പ്രയോജനം. അതായത് ഫോട്ടോഗ്രാഫർക്ക് പരസ്യം, പിന്നെ ഈ പെൺകുട്ടിക്ക് പരസ്യം. അതായത് സംവിധാനങ്ങൾ അറിയാത്തതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതെ, എനിക്ക് ആ സംവിധാനങ്ങൾ അറിയാം. അതിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ക്രിസ്തുമസിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മതം, ഈ ക്രിസ്തുമസിന്റെ കരോൾ ഗാനങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്നുണ്ടോ? ഈ കരോൾ ഗാനങ്ങളൊക്കെ നിങ്ങൾ സംസ്കാരവും മത അടിസ്ഥാനപ്പെടുത്തിയാണോ? ഏത് കരോൾ ഗാനത്തെ പറ്റിയാണ് പറയുന്നത്? ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന കരോൾ. നേരത്തെ രോഹിത്തേട്ടൻ തന്നെ ഇത് തുടങ്ങി വെച്ചത് എങ്ങനെയാണ്? ഒരുപാട് പേർ ഹാസ്യമായി ഒരുപാട് നല്ല പാട്ടുകൾ വരുന്നു. ആ ഒരുപാട് നല്ല പാട്ടുകൾ വരുന്ന ഒരുപാട് ഹാസ്യാത്മകമായി ആളുകളെ രസിപ്പിക്കുന്ന ഫോട്ടോകൾ. അതിൽ മതപരമായി ചിന്തിക്കുമ്പോൾ തെറ്റാണ്. പക്ഷെ അതിൽ ആഘോഷത്തിന്റെ ടോണോട് പക്ഷെ അതിൽ എഴുതി വെച്ച് നിങ്ങൾ കേട്ടുമറന്ന സിനിമാ പാട്ടുകളുടെ ഈണങ്ങൾ മാത്രമാണ് അവർ കോപ്പി അടിക്കുന്നത്. അതിലെ വാചകങ്ങൾ ക്രിസ്തുദേവനെ സ്തുതിക്കുന്നത് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് മതവും ആചാരവും ഇല്ല. ഇവിടെ ഡ്രസ്സിന്റെ മതവും ആചാരവും ഉണ്ട്, അതിലെ വാചകങ്ങൾ ക്രിസ്തുദേവനെ സ്തുതിക്കുന്നത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദു പുരാണങ്ങളിലെ ദേവിമാരും ദേവന്മാരും എല്ലാവരും കൃത്യമായി വസ്ത്രം ധരിച്ച് നടന്നവരാണോ? അല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും. എങ്ങനെയാണ് അവര് ധരിച്ച വസ്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഏത് ദേവനും അവര് വയറ് കാണിച്ച് നടക്കുന്നത് എവിടെ കണ്ടേ? എത്രത്തോളം ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളൊക്കെ വരച്ച രാജാ രവിവർമ്മയെ പോലെയുള്ള ചിത്രകാരന്മാർ അവരുടെ ഭാവനയിൽ ഉണ്ടാക്കിയതാ. അന്നത്തെ കാലത്ത് ഷേവിംഗ് സെറ്റ് ഉണ്ടായിരുന്നു, ശിവനും ശ്രീകൃഷ്ണനും ഒക്കെ ക്ലീൻ ഷേവ് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് മതം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഓണം എന്ന് പറയുന്നത് മലയാളിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. അതിലെ വിശ്വാസത്തിനോട് കൊണ്ട് വാമന വജന്തി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അല്ലെങ്കിൽ മഹാബലി എത്തിയത് തെളിവുണ്ടോ?
വാമന ജയന്തി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മഹാബലി തമ്പുരാനെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണെന്ന് പറയുന്ന ആൾ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വിളവെടുപ്പിന്റെ ഉത്സവമാണെന്നേ ഓണം. ഈ വിളവെടുപ്പിന് വിളവിറക്കലിന്റെ എന്തെങ്കിലും ആവട്ടെ, സോറി എന്തെങ്കിലും ആകട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ വിളവ് ഇറക്കാൻ പോകുമ്പോൾ ഈ പാടത്ത് പണിക്ക് പോകുന്ന സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം എന്താണ്? നിങ്ങളുടെ നാട്ടിൽ തൊഴിലുറപ്പുണ്ടോ? തൊഴിലുറപ്പുണ്ട്. അവര് ധരിക്കുന്ന ഡ്രസ് എന്താ? ഞങ്ങളുടെ നാട്ടിൽ ജാക്കറ്റും മുണ്ടും ചുറ്റിയിട്ട് പണി ചെയ്യുന്ന അമ്മൂമ്മമാരുണ്ട്. നൈറ്റ് ഇട്ടിട്ട് അതിന്റെ പുറത്തൊരു ഷർട്ടാണ് ഞങ്ങളുടെ നാട്ടിലുള്ളവർ. അത് ഓരോരുത്തരുടെ കംഫർട്ട്നെസ് ആണ്. അപ്പൊ അതിന് നിങ്ങൾ എന്താ പറയാ, അല്ല അവിടെ എവിടെയാണ് അരോചകത്വമുള്ളത്? എവിടെയാണ് വൃത്തികേടുള്ളത്? എവിടെയാണ് എക്സ്പോസിംഗ് ഉള്ളത്? അവരെന്താണ് തുറന്നു കാണിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 60 വയസ്സുള്ള അമ്മൂമ്മമാരെ മുതൽ 1.5 മാസം പ്രായമുള്ള കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന നാടാണ്. അപ്പൊ നോക്കുന്ന ഒരാളുടെ എല്ലാവരും പീഡിപ്പിച്ച് നടക്കാണോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ നോട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് ആഭാസത്തരമായി തോന്നുന്നുണ്ടെങ്കിൽ ശരീരം കാണുകയല്ലോ, അത് ശരീരം കാണുന്നതും കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ ശരീരം പുറത്ത് കാണിക്കണോ വേണ്ടിയോ എന്നുള്ളത് എന്റെ പുറത്ത് കാണിക്കുന്നത് പബ്ലിക്കിലേക്കല്ല. നിങ്ങളെ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവിടെ ഇട്. ഇതുകൊണ്ടൊന്നും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ല ഇടേണ്ടത്. എങ്കിൽ നിങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്യണം മിസ്റ്റർ. എന്താണ് നിങ്ങൾക്ക് എത്ര പേരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? എത്ര പേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് രോഹിതന്റെ ഫീഡ് നോക്കട്ടെ. നോക്കുമ്പോൾ എത്ര സ്ത്രീകളെ കാണാൻ സാധിക്കും? ഒരുപാട് സ്ത്രീകളെ കാണാൻ സാധിക്കും. എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നു? അവർക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട്. നമ്മളൊരു കണ്ടന്റിൽ എൻഗേജ്ഡ് ആവുമ്പോഴാണ് നമുക്ക് ആ കണ്ടന്റ് സജഷൻ. എന്റെ കണ്ടന്റ് സജഷനിൽ വരുന്ന എല്ലാം നല്ല കണ്ടന്റുകളാണ്. അതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് പരിചയമുള്ള ഒരു 10-50ഓളം മോഡൽസ് ഉണ്ട്. ഇതിൽ ഈ ക്രിസ്മസിന് ഞാൻ നോക്കുമ്പോൾ ഇതിലൊരു 10-22 പേരും ക്രിസ്മസ് ഫോട്ടോഷൂട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊരു 10 പേരോളം മാന്യമായിട്ടുള്ള ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. 12 പേര് ഞങ്ങള് ആളുകൾക്കിടയിൽ സമൂഹത്തിനിടയിൽ കുടുംബമായി ജീവിക്കുമ്പോൾ, ചില മനുഷ്യർക്കല്ല, കുടുംബമായി ജീവിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് മാന്യതയോ അമാന്യതയോ ഉണ്ട്. പെണ്ണിന്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നൂല. പെണ്ണിന്റെ ശരീരം കണ്ട ഇത് അങ്ങനെയല്ല, ഇത് കാണിക്കുകയാണ്, എക്സ്പോസ് ചെയ്തിട്ട്. ഞാനല്ല വട്ടിയൂർക്കാവ് അജിത് കുമാർ പറയുന്ന പോലെ പെണ്ണുങ്ങളെ അടച്ചാക്ഷേപിക്കാൻ ഇരിക്കുന്ന ആളല്ല. ഞാൻ ചോദിക്കുന്നത് അത്രയല്ല. പെണ്ണിന്റെ ശരീരം കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ പിന്നെ അവർ ശരീരം കാണിച്ചാൽ എന്താണ് പ്രശ്നം? ഈ ശരീരം കാണിക്കുന്നത് ആഭാസത്തരമാണെന്നും ഈ ആഭാസത്തരം കൊണ്ടുവന്ന് ക്രിസ്മസും ഓണവുമായി കൂട്ടിക്കെട്ടുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. എന്താണ് ആഭാസത്തരം? എന്താണ് ആഭാസത്തരം? ഈ പറയപ്പെടുന്നത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അത് ആഭാസത്തരം അല്ലെങ്കിൽ നാളെ ശില്പ ഓഫീസിൽ അങ്ങനെ വരൂ? അത് എന്റെ കംഫർട്ട്നെസ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, രോഹിത്തേട്ടൻ നാളെ മുതൽ ടീഷർട്ട് ഇടരുതെന്ന് ഞാൻ പറഞ്ഞ രോഹിത്തേട്ടൻ കേൾക്കൂ? ഒരു പക്ഷേ കേട്ടേക്ക്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യകത ഇല്ലെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഇരിക്കണോ, ചുരിദാർ ഇട്ടിരിക്കണോ, ജീൻസ് ഇട്ടിരിക്കണോ, അത് എവിടെ ഇരിക്കണം? അത് ഈ ഓഫീസിൽ വേണമോ എന്നുള്ളത് ഈ ഓഫീസിലെ മറ്റുള്ളവരല്ലേ തീരുമാനിക്കുന്നത്? അത് നമുക്ക് നിർബന്ധം പിടിക്കാം. ഒരു പ്രൊഫഷണൽ സർക്കംസ്റ്റൻസിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലാതെ പേഴ്സണൽ സർക്കംസ്റ്റൻസിൽ പേഴ്സണലി അല്ലല്ലോ, അത് പ്രൊഫഷണലി ആണല്ലോ അതിനെ പറയുന്നത്. ഈ ഓഫീസിൽ അത് പറ്റില്ല എന്ന് പറയുന്നത് പ്രൊഫഷണലി ആണ്. ഞാൻ ചോദിക്കുന്നത് മോഡൽ ഫോട്ടോഷൂട്ടിലേക്ക് വരുമ്പോൾ അത് ആ ഫോട്ടോഗ്രാഫറുടെയും ആ ഫോട്ടോ എടുക്കുന്ന മോഡലിന്റെയും അത് ഫോട്ടോഗ്രാഫർ സ്റ്റുഡിയോയിൽ ഒട്ടിച്ചു വെക്കണം, മോഡൽ ബെഡ്റൂമിൽ ഒട്ടിച്ചു വെക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോട്ടോഗ്രാഫറിന്റെയോ മോഡലിന്റെയോ ഏറ്റവും വലിയ പോർട്ട്ഫോളിയോ പേജ് എന്ന് പറയുന്നത് അവർ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെടുന്ന എക്സ്പോസിംഗ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർമാർക്ക് വർക്കില്ലായിരുന്നു? കാലത്തിനനുസരിച്ച് മാറേണ്ട. എന്റെ കുഞ്ഞുനാൾ മുതൽ ഫാഷൻ ടി വി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതില് കാണാറുണ്ടായിരുന്നു പറഞ്ഞ തെറ്റുണ്ടാ? അപ്പൊ അതൊന്നും അരോചകമായി അല്ല. അതിനെന്താ ഓഡിയൻസ്? ഞാൻ ചോദിക്കുന്നത് ഇത്രയല്ലോ, അത് കാണണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോ പോയി കണ്ടോണം. ആ ചാനൽ അവിടെ ഉണ്ട്. ഇതങ്ങനെയല്ല. ഇത് രാവിലെ ദൈവമേ ഇന്ന് ക്രിസ്മസ് ആണ്, രാവിലെ പള്ളിയിൽ പോകണം, ക്രിസ്തുദേവനെ സ്തുതിക്കാം എന്നൊക്കെ വിചാരിച്ച് രാവിലെ ഫോട്ടോ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഫോട്ടോഷൂട്ട് പെണ്ണുങ്ങളുടെ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗത്തിന്റെ പകുതിയിൽ കൂടുതൽ വസ്ത്രത്തിന്റെ പുറത്ത്, താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മുട്ടിന് 10 ഇഞ്ച് മുകളിൽ വരെയുള്ള പിന്നെ ഡ്രസ്സ്. എന്നിട്ട് ഇത് ക്രിസ്മസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തലയിലൊരു സാന്റാക്ലോസ് അപ്പൂപ്പന്റെ തൊപ്പി. ഞാൻ ചോദിക്കട്ടെ, ഇത് വട്ടിയൂർക്കാവ് അജിത് കുമാറിനേക്കാളും അരോചകമായിട്ടാണ് രോഹിതേട്ടൻ സംസാരിക്കുന്നത്. ഇത് നമുക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. രാവിലെ നീച്ച് പള്ളി പോകണം, ഫോൺ നോക്കാതെ പള്ളി പോകണം, അല്ലാതെ ഫോൺ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിരിക്കും. എന്റെ സംശയം, സുന്ദരിയായ ഒരു പെൺകുട്ടി തലയിൽ ഒരു സാന്റാക്ലോസ് അപ്പൂപ്പന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ക്രിസ്മസിന്റെ ഒരു മൂടൊക്കെ ഉണ്ടാക്കി അവളെ ക്ലീവേജ് കാണിച്ചില്ലെങ്കിലും അവളുടെ തുട കാണിച്ചില്ലെങ്കിലും ആ ഫോട്ടോ കാണാനും ലൈക്ക് ചെയ്യാനും ആളുണ്ടാകും. അവരുടെ സ്വന്തം ക്ലീവേജും അവരുടെ സ്വന്തം തുടയും അവര് കാണിക്കുന്നതിന് നിങ്ങൾക്ക് എന്റെ ഫോണിൽ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പള്ളി. അത് അവര് ചെയ്തോട്ടെ. അവരുടെ ഞാൻ ശില്പ എന്തിനാണ് ഞാൻ പറയുന്നത് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാത്തത്? ഇത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവർ ചെയ്തോട്ടെ. ഇത് കൊണ്ടുവന്ന് ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും, ഓണം വരുമ്പോൾ കുറെ ആളുമാരിറങ്ങും, ഒരു സെറ്റ് സാരി എടുത്ത് ഈ ബ്ലൗസും ഇല്ല, ഈ സാധനങ്ങളെല്ലാം പുറത്ത് കാണിച്ചു. ഇതൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് ഇതിന്റെ പകുതി കാണിക്കുന്ന മൊത്തം കാണിക്കും.
അപ്പൊ ആ മൊത്തം കാണിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നും ഇവിടുത്തെ ആണുങ്ങൾക്കില്ല. അതെനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ചെറിയൊരു കഷ്ണം കാണുമ്പോഴേ നിങ്ങൾക്ക് ഇത്രത്തോളം ചെറിയൊരു പ്രശ്നം കാണിക്കുമല്ലോ, കാണിച്ച് ടെംപ്റ്റ് ചെയ്യിക്കല്ലേ, ഇതിനകത്ത് എന്തോ മഹാസംഭവം ഒളിപ്പിച്ച് വെച്ചേക്കുന്ന പോലെ. ഇത് കാണുമ്പോൾ എന്താണ് ഈ ടെംപ്റ്റേഷൻ വരുന്നത് എനിക്ക് അത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവണമെങ്കിൽ ആണായി പറക്കണം. ഒരു വട്ടം ആണെ മാന്യമായി കൺട്രോൾ ഇല്ലാത്തവരാണോ നിങ്ങൾ? മാന്യമായി വസ്ത്രം ധരിച്ചാണ് ശരി. അങ്ങനെ അങ്ങ് കൺട്രോൾ തെറ്റിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെമാര് ഇതൊക്കെ ധരിക്കുന്നത്? അത് അവരുടെ വ്യക്തിപരമായ എന്ത് വ്യക്തിപരം? എന്നാ പിന്നെ മാറ് മറയ്ക്കാൻ സമരം നടത്തി നാട്ടിലാണ് ഇപ്പൊ മാറ് തുറന്നു കാണിക്കണം സമരം. മാറ് മറയ്ക്കാൻ അവർ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് വേണ്ടി ചെയ്തതാണ്. ഇതുപോലെ മാറ് തുറന്നു കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർ തുറന്നു കാണിക്കും. ഈ പുറം രാജ്യങ്ങളിൽ അവർ ഡ്രസ്സ് ഇടാതെ സമരം നടത്തുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആവാസത്തിലാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുക, സ്ത്രീകളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക, കാണട്ടെ. അത് ഓരോരുത്തരുടെ താല്പര്യം. എന്തുമല്ല ഇവരുടെയൊക്കെ ശില്പ വെറുതെ പെണ്ണായതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്, സ്ത്രീകളെ ന്യായീകരിക്കുകയാണ്. ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെയല്ല. ഇത് കൂടുതൽ ആളുകൾ വന്ന് ഞങ്ങളെ അട്രാക്ട് ചെയ്യണം, കൂടുതൽ ആളുകൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം. ഞാൻ പറയട്ടെ, ക്ഷേത്രങ്ങളിലേക്ക് ആണുങ്ങൾ ഷർട്ട് ഇടാതെ പോകുന്നത് പറ്റില്ല എന്ന് വെക്കണം. പറ്റുന്നത് ഞാൻ ഷർട്ട് ഊരിയിട്ടൊന്നും പോകാറൊന്നുമില്ല. തീരെ നിവൃത്തി ഉണ്ടെങ്കിൽ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പകുതിക്കുള്ളിൽ കൊടിമരത്തിന്റെ ബാക്കിൽ നിന്ന് തൊഴും. ഭഗവാൻ അത് നിങ്ങൾക്ക് നിങ്ങൾ പെൺകുട്ടികളെ മുതലാക്കാൻ അല്ലെങ്കിൽ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടി ഞാനും പറയുവാണെന്ന്. ഞാനും പറയുവാണെന്ന് ആണാണ്. എന്തിനാണ് ഞങ്ങളെ കൂട്ടുപിടിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ഒരു 3-4 ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ഒരു കൗൺസിലിംഗിന്റെ ആവശ്യത്തിന്, അതായത് നമ്മുടെ വീഡിയോകളൊക്കെ ബാക്ക് മീഡിയയിലെ വീഡിയോകളൊക്കെ കണ്ടിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കുറെ നേരം സംസാരിച്ചു. പക്ഷേ ആ കുട്ടി എന്നോട് പറഞ്ഞാണ് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു കുട്ടി പറഞ്ഞ കാര്യമാണ്. പക്ഷെ അവിടെ പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് മറ്റേ ബോർഡിലൊക്കെ ജിമ്മന്മാരുടെ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ഫീലിങ്സ് അടിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവാസിയായ കുട്ടി എന്നല്ല, അത് അവളുടെ ഫീലിങ്സ് ആണ്. ഓ, അതിന്റെ ഫീലിംഗ്സ് ആയി കാണാൻ അറിയാം. അപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഡ്രസ്സിന് ഫീലിങ്സ് ഉണ്ടാണോ? അല്ല, ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നതാണല്ലോ. തുറന്ന് കാണിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായി പോകും. അല്ലെങ്കിൽ എന്നെ മോഡലായിട്ട് ആരും അംഗീകരിക്കില്ല. എടേ നീ നടക്ക്. നിങ്ങൾ ഇവിടെ സ്കിൻ ഫിറ്റ് പാന്റ് ഇട്ട് നടന്നു, ഇപ്പൊ ബാഗി പാന്റ് ഇട്ട് നടക്കുന്നു, ഷർട്ട് ഇടാതെ നടക്കുന്നു, 2 ഷർട്ടിന്റെ വള്ളി മാത്രമായിട്ട് നടക്കുന്നു. ഞങ്ങളിവിടെ പ്രശ്നം, ആണുങ്ങൾ എന്ത് മാന്യമായ ഡ്രസ്സ് കൊണ്ടുവന്നാലും അതിനെല്ലാം പെണ്ണുങ്ങൾ കൊണ്ടുപോയിട്ട് കുറച്ച് സെക്സി ആക്കും, കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാക്കി. നിങ്ങൾ എന്തെങ്കിലും പറയുന്നു, നിങ്ങളുടെ ചുരിദാർ ഞങ്ങൾ ഇടാം, നിങ്ങൾ സാരി ഞങ്ങൾ എടുത്ത് നടക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ജീൻസ്, ഞങ്ങളുടെ ടീഷർട്ട്, ഞങ്ങളുടെ ഷർട്ടൊക്കെ നിങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഇച്ചിരി മാനോ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളിപ്പോ ഒരു നല്ല ബാഗി പാന്റ് കൊണ്ടുവരണം, അതിനെ കൊണ്ടുവന്ന് ഇച്ചിരി ശരീരം തെള്ളി നിൽക്കുന്ന രീതിയിലേക്കൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ഇത് തെള്ളി പിടിച്ച് നടന്നാലേ ആളുകൾ ശ്രദ്ധിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടത്, ഭയങ്കര വീർപ്പുമുട്ടലാ ഇതൊക്കെ കാണുമ്പോൾ. നിങ്ങൾക്ക് എന്തിനാ വീർപ്പുമുട്ടൽ? ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്, ഇത് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടുക 10 ലൈക്കിനും 10 കമന്റിനും വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ളവർ അത് കാണുമെന്നും അതിന് ലൈക്ക് കിട്ടുമെന്നും ഉറപ്പുള്ളത്? നിങ്ങളാരും കാണാറില്ലല്ലോ. ഇല്ല, ഞാൻ കാണാറുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ അത് കൊണ്ടുവന്ന് ഈ ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും കാണിക്കുന്നതാണ് തെറ്റ്. ഇനിയും എന്തായാലും ഈ വരുന്ന കാലത്തും ഇതിനൊരു കുറവുണ്ടാവും എനിക്ക് തോന്നുന്നു. രോഹിതന്റെ ചിന്താഗതി മാറ്റുന്നതായിരിക്കും നല്ലതെന്ന്. കുറവ് ഞങ്ങളിത് പറഞ്ഞോണ്ടേ ഇരിക്കും. എന്റെ ചിന്താഗതിക്ക് ഒരു കുഴപ്പമില്ല. വേറെ വഴിയില്ല. ഞാൻ ഇഷ്ടം പോലെ ഫാഷൻ ഫോട്ടോഗ്രാഫി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള പല കമ്പനിക്കും വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ ആയിരിക്കില്ല. അല്ല, അന്നേരമൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനിക്ക് വേണ്ടിയിട്ട്, അല്ലാതെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നല്ലതാ. പ്രോഡക്റ്റ് മാർക്കറ്റിംഗിന്റെ പണ്ടത്തെ കാലമല്ല ഇത്. രോഹിതന് ഇപ്പൊ എത്ര വയസ്സായി? അന്നത്തെ വയസ്സാണോ ഇന്നത്തെ വയസ്സ്? എനിക്ക് 49 വയസ്സ്. 49 വയസ്സ്. 49ാമത്തെ വയസ്സിൽ ഏട്ടൻ ചെയ്ത പണിയല്ലല്ലോ ഇത്. കുറച്ചു കാലം മുന്നേ ഞാൻ 2 വർഷം മുമ്പ് ചെയ്താതെ പറഞ്ഞു. കോവിഡ് നോട്ട് മുമ്പ് ചെയ്താതെ 4 വർഷം മുമ്പ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അതിന് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. തൊടി ഒരു പിന്നെ ക്രിസ്മസിന്റെ അപ്പൂപ്പന്റെ തലയും വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോയുടെ ക്വാളിറ്റി ഒന്നും ആരും നോക്കുന്നില്ല. അവളുടെ എന്തൊക്കെ കാണുന്നു എന്നുള്ളതാണ് ഇവർ കാണുന്ന ഫോട്ടോയുടെ ക്വാളിറ്റി. അത് ഓരോരുത്തർ ഞാൻ പറയട്ടെ, ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫി ഉണ്ട്. അറിയാം. ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫിയിൽ പെണ്ണിന്റെ മറ്റേ ശരീരഭാഗങ്ങൾ നോക്കാതെ അതിന്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി നോക്കുന്ന എത്ര പേരുണ്ട്. പുറത്ത് പറയുമ്പോൾ എസ്തെറ്റിക് ബ്യൂട്ടി, അവന്റെ മനസ്സിലിരുമ്പോ വേറെ പലതുമായിരിക്കും. എസ്തെറ്റിക് ബ്യൂട്ടി ഇടുങ്ങിയ ചിന്ത. അങ്ങനെ പറഞ്ഞ് നടന്നവന്റെ ഒക്കെ ചരിത്രവും ഭൂതകാലം തപ്പി പോയാൽ കിട്ടും 4 പീഡന കേസോ അല്ലെങ്കിൽ 4 പീഡന ശ്രമം. എസ്തെറ്റിക് ബ്യൂട്ടി നോക്കി നടക്കുന്നുണ്ട്. ചില ആൾക്കാരെ നമുക്ക് തിരുത്താൻ സാധിക്കും. ശരി, എന്നാ നമുക്ക് നിർത്താം.